ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഈതർ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഈതർ കോമ്പൗണ്ട് നമുക്കറിയാവുന്നതാണ്. രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇടയിൽ വരുന്ന ഓക്സിജൻ, ഇടയിലൊരു ഓക്സിജൻ വരുന്നു, അതാണ് ഈതർ എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പോൾ ഈതർ കോമ്പൗണ്ടിൽ ലബൈലായിട്ടുള്ള ഹൈഡ്രജൻ ആറ്റംസ് ഒന്നുമില്ല. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആൽക്കഹോളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അസിഡിക് ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആയാലും ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റംസ് ഒന്നും ഇല്ല, പെട്ടെന്ന് നമുക്ക് ലീവ് ചെയ്ത് കളയാൻ പറ്റുന്ന അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റംസ് ഒന്നും ഇല്ലാത്ത കാരണം ഇത് കുറച്ചൊരു അൺറിയാക്റ്റീവ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് ഈതർ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ലാബുകളിൽ ഓർഗാനിക് സോൾവെൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ചില കണ്ടീഷനിലൊക്കെ ഇത് ചില കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ഈ ഓക്സിജനിൽ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഓക്സിജനിൽ 2 ലോൺ പെയർ ഉള്ള കാരണം ആ ലോൺ പെയർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ഗ്രൂപ്പുമായിട്ടും അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇതൊരു നമ്മുടെ കയ്യിലുള്ള ഒരു ഈതർ കോമ്പൗണ്ട് ഒരു ഇനോർഗാനിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഇനോർഗാനിക് ആസിഡിൽ H+ അയോൺസ് ഉണ്ടായിരിക്കും, അവർക്ക് പെട്ടെന്ന് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോണിനെ ഈ H+ലേക്ക് ഡൊണേറ്റ് ചെയ്ത് ഇവർക്ക് ഒരു ഓക്സോണിയം സോൾട്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അതായത് ഇവിടുത്തെ ഈ ലോൺ പെയറിനെ ഈ H+ലേക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഈ OH ബോണ്ട് പെട്ടെന്ന് ഫോം ചെയ്ത് ഒരു ഓക്സോണിയം സോൾട്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഈതർ കോമ്പൗണ്ടിനുണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസാണ്. അതേപോലെ തന്നെയാണ് വേറെ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് BF3 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ടാണ്. ഈ ബോറോണ്ട് ഇലക്ട്രോൺ ഡെഫിഷ്യൻ ആറ്റമാണ്. അതിൽ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യുന്നില്ലെങ്കിലും അതൊരു സ്റ്റേബിൾ കോമ്പൗണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ ഒരുപാട് വേക്കൻസി സൈറ്റുകൾ ബോറോണുണ്ട്. അപ്പോൾ ഈ ലോൺ പെയറിനെ ഈ ബോറോണിലേക്ക് കൊടുത്ത് ഡൊണേറ്റ് ചെയ്തിട്ട് ഓക്സിജൻ ബോറോൺ ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഇതിന് വളരെ കൂടുതലായിരിക്കും. അപ്പം അതും ഇതൊരു ലൂയിസ് ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇത് ലൂയിസ് ബേസ് ആയിട്ടാണ് ഈതർ കോമ്പൗണ്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ലോൺ പെയറിന് ബോറോണിന് കൊടുത്ത് ഓക്സിജൻ ബോറോൺ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് ഈ ഓക്സിജനിൽ ഒരു പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടുമ്പോൾ ഇവിടേക്ക് ബോറോണിനാണ് കേട്ടോ നെഗറ്റീവ് ചാർജ് വരുന്നത്. ബോറോണിന് നെഗറ്റീവ് ചാർജ് വരുന്നു. അങ്ങനെ ആ ഒരു നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതാണ് ഒരു കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എതിറേറ്റ്സ് എന്നും പറയും. എതിറേറ്റ്സ് ഇവിടെയും ഫോം ചെയ്തൊരു ഒരു സോൾട്ടാണ്. ഇവിടെ ഓക്സിജനിൽ പ്ലസ് ചാർജ് ഫോം ചെയ്യണു, OH ബോണ്ട് ഫോം ചെയ്യണു, ഈ പ്ലസ് ചാർജിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു Cl- നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഏത് ഗ്രൂപ്പും, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏത് ഗ്രൂപ്പുമായിട്ടും ഈ ഈതറിലത്തെ ഓക്സിജന് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ടോ അല്ലെങ്കിൽ കോംപ്ലക്സും ഈതറിന് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 ടൈപ്പ് റിയാക്ഷൻസും കാണിക്കുന്നത് അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ 2 റിയാക്ഷൻസും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ 2 റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈതറിൻ്റെ ബേസിക് പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അസിഡിക് ക്ലീവേജ് ഓഫ് CO ബോണ്ട്. അസിഡിക് ക്ലീവേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഈതറിന് അല്ലെങ്കിൽ ഈതറിന് സ്ട്രോങ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഹോട്ട് കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്നാണ് പറയുന്നത്. അപ്പം മെയിനായിട്ട് യൂസ് ചെയ്യണ HI അല്ലെങ്കിൽ HBr, കാരണം ഏറ്റവും സ്ട്രെങ്ത് കൂടിയിട്ടുള്ള ആസിഡാണ് HI, HBr. HCl കമ്പാരിറ്റീവ്ലി സ്ട്രെങ്ത് കൂടുതലുള്ളത് HIക്ക് HBrനാണ്. അപ്പോൾ ഇതുപോലുള്ള ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുമായിട്ട് ഈതർ റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ബോണ്ടാണ് ഉള്ളത് ഓക്സിജനുമായിട്ട്. ഒന്ന് ഈ ആൽക്കൈൽ ഗ്രൂപ്പും ഓക്സിജൻ ബോണ്ടും ഉണ്ട്, ഇവിടെ ഈ ആൽക്കൈൽ ഗ്രൂപ്പും ഓക്സിജൻ ബോണ്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഹൈഡ്രജനുമായിട്ട്, ആസിഡിലത്തെ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ആ ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം ഇവിടെ 2 ടൈപ്പ് ക്ലീവേജ് ആണ് നടക്കുക. ഒന്നെങ്കിൽ ഈ ഓക്സിജൻ ആൽക്കൈൽ ഗ്രൂപ്പ് ബോണ്ട് ബ്രേക്ക് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാം.
അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആൽക്കൽ ഹാലൈഡും ആൽക്കഹോളും ഫോം ചെയ്യും. അതാണ് ആസിഡിക് ക്ലീവേജ് ഓഫ് ഈതർ എന്ന് പറയുന്നത്. അതായത് ഈതർ ആസിഡുമായിട്ട് സ്ട്രോങ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ബോണ്ട് ക്ലീവേജ് നടന്ന് കറസ്പോണ്ടിങ് നമ്മളെടുക്കുന്ന ഈതറിലത്തെ ആൽക്കൽ ഗ്രൂപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ആൽക്കൽ ഹാലൈഡും ആൽക്കഹോളും ഫോം ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന് ROR' പ്ലസ് HX ഇതാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ ഈ ബോണ്ട് ക്ലീവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബോണ്ട് ക്ലീവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് RX പ്ലസ് R'OH ആണ്. അപ്പോൾ ഇവിടെ RX ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ Rഉം ഈ Xും കൂടി ബോണ്ട് ഫോം ചെയ്യണം. ഇനി അത് കഴിഞ്ഞ് ഈ ഓക്സിജൻ Hഉം കൂടി ബോണ്ട് ഫോം ചെയ്തിട്ടാണ് ആൽക്കഹോൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈതറും ആസിഡും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ആൽക്കൈൽ ഓക്സിജൻ ബോണ്ട് ബ്രേക്കിംഗ് നടക്കും. എന്നിട്ട് അതിലത്തെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഹാലജനുമായിട്ടും ഇവിടുത്തെ ഓക്സിജൻ ഹൈഡ്രജനുമായിട്ടും ബോണ്ട് ഫോം ചെയ്ത് ആൽക്കൈൽ ഹാലൈഡും ആൽക്കഹോളും ഫോം ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഡൈ ഈതൈൽ ഈതറാണ്. C2H5O C2H5. ഇതൊരു സിമ്മട്രിക്കൽ ആയിട്ടുള്ള ഈതറാണ്, ഡൈ ഈതൈൽ ഈതറാണ്. പ്ലസ് HIയുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോം ചെയ്യണത് C2H5. അപ്പോൾ ഇവിടെ ഈ ഓക്സിജൻ ഈ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ C2H5 I- ആയിട്ടാണ് ബോണ്ട് ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് മൈനസും ഇത് പ്ലസ് ചാർജ് ആണ് വരുന്നത്. അപ്പോൾ ഈ പ്ലസ് ചാർജ് ഈ I- ബോണ്ട് ഫോം ചെയ്ത് C2H5I ഈതൈൽ അയഡൈഡ് ഫോം ചെയ്യും. പ്ലസ് ഇവിടുത്തെ ഈ ഓക്സിജൻ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ C2H5OH ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഈതൈൽ അയഡൈഡും എത്തനോളും ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ നോക്കുക, ഇപ്പോൾ ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതേ സെയിം കോമ്പൗണ്ട് ആയിരിക്കും. അതായത് ഇതൊരു സിമ്മട്രിക്കൽ ഈതർ ആയ കാരണം ഫോം ചെയ്യുന്ന ഈതൈൽ അയഡൈഡും എത്തനോളിലും വ്യത്യാസം വരുന്നില്ല. രണ്ടിലും ഒരേ ടൈപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെയാണ് വരുന്നത്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള അസിഡിക് ക്ലീവേജിന് എക്സാമ്പിൾ പറയാനുള്ളത്. സിമ്മട്രിക്കൽ ആയിട്ടുള്ള ഈതർ വെച്ചിട്ട് ഇങ്ങനെയാണ് പറയാം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന HI, ഇപ്പോൾ ഇവിടെ HI യൂസ് ചെയ്യുന്നുണ്ട്, എക്സസ് ആയിട്ടുള്ള HI ആണ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്തിട്ടുള്ള ആൽക്കഹോൾ ഉണ്ടല്ലോ, ഇത് വീണ്ടും HIയുമായിട്ട് റിയാക്ട് ചെയ്യും. അതായത് C2H5OH ഇത് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിരുന്നു. ഇത് വീണ്ടും എക്സസ് ആയിട്ടുള്ള HIയുമായിട്ട് റിയാക്ട് ചെയ്ത് ഇവിടെ ഈ ബോണ്ട് ബ്രേക്കേജ് നടന്ന് ഈ Hഉം ഈ ഓക്സിജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്ത് H2O എലിമിനേറ്റ് ചെയ്ത് പോവും. ഈ കാർബണും അയഡും തമ്മിൽ ബോണ്ട് ഫോം ചെയ്ത് C2H5I പ്ലസ് H2O ഫോം ചെയ്യും, ഈതൈൽ അയഡൈഡ് ഫോം ചെയ്യും. അപ്പോൾ എക്സസ് ആസിഡിൻ്റെ പ്രസൻസിൽ ആൽക്കഹോള് വീണ്ടും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കൽ ഹാലൈഡ് ഫോം ചെയ്യും. ഇപ്പോൾ ഓവറോൾ റിയാക്ഷൻ നമുക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ C2H5O C2H5 പ്ലസ് HI ഇത് നമ്മൾ എടുക്കുന്നത് എക്സസ് ആയിട്ടാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ആൽക്കഹോൾ ആയിരിക്കില്ല. ആൽക്കഹോൾ ഫോം ചെയ്താൽ തന്നെ അത് വീണ്ടും ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് മാറും. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് 2C2H5I പ്ലസ് H2O. അപ്പം ഇങ്ങനെ ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും എക്സസ് HIയുടെ പ്രസൻസിൽ ഫോം ചെയ്യുന്നുണ്ടാവാം. ആൽക്കഹോൾ ഫോം ചെയ്യില്ല എന്നല്ല, ആൽക്കഹോൾ ഫോം ചെയ്യുന്നുണ്ട്. അത് പിന്നീട് വീണ്ടും HIയുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുകയാണ് ചെയ്യണത്. അവിടെ ഈതൈൽ അയഡൈഡാണ് ഫോം ചെയ്യുന്നത്. അപ്പം ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഒരു സിമ്മട്രിക്കൽ ഈതറിൻ്റെ ഒരു റിയാക്ഷൻ പറയാനുള്ളത്. ഇനി അൺസിമ്മട്രിക്കൽ ഈതേഴ്സാണ് വരണേന്ന് വിചാരിക്കാം.
അൺസിമെട്രിക്കൽ ഈതറിനാണ് റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് വരിക? അപ്പോൾ അതിൽ ഒന്നാമത്തെ പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ട്, അതായത് ഇപ്പോൾ 2 ടൈപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റേ ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കഹോൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതല്ലാതെ സിമ്പിളായിട്ടുള്ള സിമ്മട്രിക്കൽ ആയിട്ടുള്ള ഈതറായിരുന്നു. 2 ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം ആണ്. അപ്പോൾ നമുക്കത് എവിടെയാണ് ബോണ്ട് ബ്രേക്ക് ചെയ്തത്, ഏത് ആൽക്കൈൽ ഗ്രൂപ്പാണ് അയഡിനുമായിട്ടും എത്തനോളിലും അല്ലെങ്കിൽ ആൽക്കഹോളിലും ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ അത് അൺസിമെട്രിക്കൽ ആണ്. 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് ആൽക്കൈൽ ഗ്രൂപ്പാണ് ആൽക്കൽ ഹാലൈഡ് ഫോം ചെയ്യാനും ഏത് ആൽക്കൽ ഗ്രൂപ്പാണ് ആൽക്കഹോൾ ഫോം ചെയ്യാനും യൂസ് ചെയ്യണമെന്നുള്ളത് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന ആൽക്കൽ ഗ്രൂപ്പിൻ്റെ നേച്ചറിനനുസരിച്ചിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ആൽക്കൽ ഗ്രൂപ്പിനെ പല ടൈപ്പ് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്. ഇനി അതല്ല ആൽക്കൽ ഗ്രൂപ്പ് അല്ല, ചില കേസിൽ അത് അരൈൽ ഗ്രൂപ്പും വരെ ഫോം ചെയ്യും. അരൈൽ ഗ്രൂപ്പ് വരെ ഇൻവോൾവ് ചെയ്ത് വരുന്ന ഈതർ ഉണ്ട്. അപ്പം അങ്ങനെ ഈതറിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൽക്കൽ ഗ്രൂപ്പ് ഏതാണോ അതിൻ്റെ നേച്ചർ അനുസരിച്ചായിരിക്കും ഫോം ചെയ്യുന്ന ആൽക്കൽ ഹാലൈഡും ആൽക്കഹോളും. ഇപ്പോൾ നമ്മൾ ആദ്യം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്നത് ഒരു പ്രൈമറി അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ആൽക്കൽ ഗ്രൂപ്പ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഈതറാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് CH3O C2H5 ഇങ്ങനെ ഒരു മെത്തോക്സി ഈതൈനാണ് നമ്മൾ എടുക്കുന്ന ഈതർ. അപ്പോൾ ഈ 2 ആൽക്കൈൽ ഗ്രൂപ്പും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇതിൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇത് കുറച്ചും കൂടി ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൽ ഗ്രൂപ്പാണ്. കുറച്ചുകൂടി വലിയ, ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി വലിയ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇപ്പം ഇങ്ങനെ ഈ ഒരു ഈതർ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ ആൽക്കൈൽ ഗ്രൂപ്പും അയഡിനുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് മീത്തൈൽ അയഡൈഡും ബാക്കി ഇത് എത്തനോളും ഫോം ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഫോം ചെയ്യുക, ഈ ഒരു ഗ്രൂപ്പ് ഇവിടെയാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ C2H5 ഐയുമായിട്ട് ഈത്തൈൽ അയഡൈഡ് ഫോം ചെയ്യും, പിന്നെ മെത്തനോളും ഫോം ചെയ്യും. അങ്ങനെ 2 പോസിബിലിറ്റിയാണ് ഈ ഒരു കേസിലുള്ളത്. ഒന്നെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ അത് ഏത് ബോണ്ടാണ് ബ്രേക്ക് ചെയ്യണത്, ഏത് പ്രൊഡക്റ്റാണ് ഫോം ചെയ്യണമെന്നുള്ളത് ഈ ഇൻവോൾവ് ചെയ്തിട്ടുള്ള 2 ആൽക്കൈൽ ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനൊരു കേസിൽ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഇത് I മൈനസും ഇത് H+ഉം ആണ്. ഇപ്പോൾ ഇവിടെ ഈ ഓക്സിജൻ ഈ H+ഉമായിട്ടും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് I മൈനസുമായിട്ടാണ് ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ I മൈനസ് ന്യൂക്ലിയോഫൈലായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂക്ലിയോഫൈല് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക ചെന്നിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനായിരിക്കും. അപ്പോൾ ഈ I മൈനസ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത് ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനായിരിക്കും. അപ്പോൾ ഫോം ചെയ്യുന്നത് ഏതായിരിക്കും, മീത്തൈൽ അയഡൈഡ് പ്ലസ് C2H5OH. എത്തനോളും മീത്തൈൽ അയഡൈഡ് ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റ്. ഇനി എക്സസ് ആയിട്ടുള്ള HI യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എത്തനോള് വീണ്ടും HIയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈതൈൽ അയഡൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റിയാക്ഷൻ വരുന്നത്. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഈതർ ഇൻവോൾവ് ചെയ്യുന്ന കേസിൽ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് കേസ് ആയിട്ടുള്ള പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഈതർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണോ ആ ഗ്രൂപ്പായിരിക്കും ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മറ്റേ ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻവോൾവ് ചെയ്യുന്നത് ഫോം ചെയ്യുന്ന ആൽക്കഹോളിൻ്റെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മെക്കാനിസം വഴിയാണ് നമുക്ക് കുറച്ചുകൂടി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പ്രോട്ടോണേഷൻ ഓഫ് ഈതറാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള മീത്തൈൽ ഈതറാണ്. അപ്പോൾ ഇത് HIയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോട്ടോണേഷൻ ഓഫ് ഈതറാണ്. അതായത്
ഈതറിനെ പറഞ്ഞു, ഈതറിൽ ഓക്സിജൻ ബേസിക് പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും ഈ ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്തിട്ട് ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പിന് അവർക്ക് എപ്പോഴും അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ ലോൺ പെയറിനെ ഈ ഹൈഡ്രജനിലോട്ട് കൊടുത്ത് ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഓക്സിജന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട കാരണം ഓക്സിജനിൽ ഒരു പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും. നമുക്ക് കിട്ടുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് ഇത്. ഇതിനാണ് ഓക്സോ കാറ്റയോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോട്ടോണേറ്റഡ് ഈതർ എന്നും പറയാം. ഓക്സോ കാറ്റയോൺ എന്നാണ് ഇതിനെ പറയുക, ഓക്സിജൻ ക്യാരിയിങ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തു, ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തു. ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു I- ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ന്യൂക്ലിയോഫൈലും ജനറേറ്റ് ചെയ്തു, ഓക്സോ കാറ്റയോൺ ജനറേറ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നതാണ് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക്. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിൻ്റെ നടക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ഇതൊരു SN2 റിയാക്ഷനാണെന്നാണ് പറയണത്. ഇനി അടുത്തത്, ഇപ്പോൾ നേരത്തെ അവിടെ ഒരു ന്യൂക്ലിയോഫൈൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഓക്സോ കാറ്റയോണും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓക്സോ കാറ്റയോണും ഈ ന്യൂക്ലിയോഫൈലും തമ്മിലുള്ള റിയാക്ഷനാണ്. അപ്പോൾ ആ റിയാക്ഷൻ ഏത് വഴിയാണ് നടക്കുക എന്നുള്ളതാണ് SN2 റിയാക്ഷൻ മെക്കാനിസം വഴിയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. SN2 എന്ന റിയാക്ഷൻ മെക്കാനിസം അല്ലെങ്കിൽ SN2 ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് ഒരു ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതും ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു ലീവിങ് ഗ്രൂപ്പ് ലീവ് ചെയ്ത് പോകുന്നതും ഒരേ സമയത്തായിരിക്കും. സൈമിൾട്ടേനിയസ് ആയിട്ടാണ് അറ്റാക്കിങ്ങും ലീവിങ്ങും നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ I- ആണ് ന്യൂക്ലിയോഫൈൽ ആയിട്ട് വരുന്നത്. ആ I- ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഈ ആൽക്കൈൽ ഗ്രൂപ്പിനെ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ലീവിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്, C2H5OH. ഇത്രയാണ്. അതായത് ഓക്സിജന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, അത് വീണ്ടും അതിൻ്റെ ഇലക്ട്രോണിനെ പഴയ സ്ഥിതിയിലേക്ക് ആവാൻ, കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിജൻ പഴയ പോലെ ആവാൻ വേണ്ടി ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് എപ്പോഴും ഇവിടുന്ന് ഈ ബോണ്ട് ഇലക്ട്രോണിനെ ഇതിനടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് കാരണം ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ന്യൂക്ലിയോഫിലിക് അറ്റാക്കാണ് നടക്കുന്നത്. അപ്പോൾ ഈ I- വന്ന് ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെ വന്ന് അറ്റാക്ക് ചെയ്യും. അതേസമയം ഇവിടെ നിന്ന് ഈ ലീവിങ് ഗ്രൂപ്പ് ലീവ് ചെയ്ത് പോകും. അപ്പോൾ അത് ഒറ്റയടിക്ക് നടക്കണതല്ല, അതിൻ്റെ ഇടയിൽ ചെറിയൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഈ I- കാർബണും തമ്മിൽ ഒരു പാർഷ്യൽ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. അതേപോലെ തന്നെ ഈ കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്കിംഗ് പാർഷ്യലായിട്ട് നടക്കുന്നു. അപ്പം അങ്ങനെ ഇതൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, CH3I ഫോം ചെയ്യും, C2H5OH ഫോം ചെയ്യും. അങ്ങനെയാണ് നമുക്ക് മീഥൈൽ അയോഡൈഡും എത്തനോളും ഫോം ചെയ്യുന്നത്. ഇത് SN2 റിയാക്ഷൻ മെക്കാനിസം ആണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കുന്നത് എന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്യാനായിട്ട് കാരണം. അപ്പം അതുകൊണ്ടാണ് ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈലിന് പെട്ടെന്ന് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും സ്പേസ് ഒരുപാട് ഉണ്ടായിരിക്കുമല്ലോ, പെട്ടെന്ന് ഒന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് എളുപ്പം ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനായിരിക്കും. അതുകൊണ്ടാണ് ആ ആൽക്കൈൽ ഗ്രൂപ്പിനെ ചൂസ് ചെയ്യാനായിട്ട് കാരണം. ഇനി അടുത്ത സ്റ്റെപ്പ് 3യിൽ പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ് എക്സസ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നടക്കുന്ന റിയാക്ഷനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ വെച്ച് റിയാക്ഷൻ നിൽക്കും. അപ്പോൾ അങ്ങനെ എക്സസ് ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ ഫോം ചെയ്തിട്ടുള്ള ആൽക്കഹോളാണിത്. ഈ ആൽക്കഹോൾ വീണ്ടും HIയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ ഈ Hയുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് I- അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഓക്സോ കാറ്റയോൺ ഫോം ചെയ്യും. ഈ ഓക്സോ കാറ്റയോണിൽ നിന്ന് ഈ OH2 എന്ന് പറയുന്നൊരു നല്ല ലീവിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഗ്രൂപ്പ് OH2+ ഗ്രൂപ്പ് ലീവ് ചെയ്ത് പോവും. ഈ ന്യൂക്ലിയോഫൈൽ വന്ന് ഈ കാർബൺ അറ്റാക്ക് ചെയ്യും. അപ്പോൾ I- വന്ന് ഈ കാർബൺ അറ്റാക്ക് ചെയ്യുന്നു, OH2 ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. കിട്ടുന്നത് നമുക്ക് CH3CH2I ഈഥൈൽ അയോഡൈഡ് ഫോം ചെയ്യും, H2 ഫോം ചെയ്യും. അപ്പോൾ ഇത് എക്സസ് ആയിട്ടുള്ള HIയുടെ പ്രസൻസിൽ മാത്രം നടക്കുന്ന സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് 2ഓട് കൂടിയിട്ട്, അതായത് മീഥൈൽ അയോഡൈഡും എത്തനോളും ഫോം ചെയ്യുന്നതോട് കൂടിയിട്ട് റിയാക്ഷൻ അവിടെ കഴിയും. എക്സസ് HIയുടെ പ്രസൻസിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് ഒരു ഈഥറിൽ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻവോൾവ് ചെയ്യുന്ന ഈഥറിൽ നടക്കുന്ന
ക്ലീവേജ് ഇങ്ങനെയായിരിക്കും. അതായത് രണ്ട് പ്രൊഡക്റ്റാണ് ഫോം ചെയ്യുന്നത്, ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നുണ്ട്, ആൽക്കഹോളും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഈതർ അതിൽ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പാണ് ഇൻവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നത്. മറ്റേ ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് ആൽക്കഹോളിലായിരിക്കും. ഇതാണ് ഒരു കേസ്. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത് അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ഒരു ടെറിഷറി ആൽക്കൈൽ ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരെണ്ണം ടെറിഷറി ആൽക്കൈൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമായിട്ടായിരിക്കും റിയാക്ഷൻ നടക്കുന്നുണ്ടാവുക. അതായത് ഇതാണ് ഒരു ടെറിഷറി ആൽക്കൈൽ ഗ്രൂപ്പിന് എക്സാമ്പിൾ. ഇതാണ് ടെറിഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ്, ഇതൊരു മീത്താൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാർബണും അയഡിനും കൂടി ബോണ്ട് ഫോം ചെയ്ത് ഇങ്ങനെ ഒരു ടെറിഷറി ബ്യൂട്ടൈൽ അയഡൈഡ് ഫോം ചെയ്യും. പിന്നെ ബാക്കി CH3Oയും കൂടി മെത്തനോൾ ഫോം ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു കാർബൺ ആയിരിക്കും അയഡിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്ത് മീത്തൈൽ അയഡൈഡ് ഫോം ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഈ കേസിൽ അങ്ങനെയല്ല നടക്കുന്നത്. ടെറിഷറി ഗ്രൂപ്പായിരിക്കും അയഡൈഡ് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത്രയും ഭാഗം ആൽക്കഹോളിലായിരിക്കും വരുന്നുണ്ടാവുക. അതിൻ്റെ കാരണം നമുക്ക് മെക്കാനിസം വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ആദ്യം നടക്കുന്ന മെക്കാനിസം നേരത്തെ പോലെ തന്നെ ഒരു ഈതർ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓക്സിജൻ ഇവിടുത്തെ ഹൈഡ്രജനും കൂടി റിയാക്ട് ചെയ്ത് ഓക്സോ കാറ്റയോൺ ഫോം ചെയ്യുന്നു. ഇതാണ് ഫോം ചെയ്യുന്ന ഓക്സോ കാറ്റയോൺ. അവിടുന്ന് ന്യൂക്ലിയർ ഫൈൽ ജനറേറ്റ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ ന്യൂക്ലിയർ ഫൈലും ഈ ഓക്സോ കാറ്റയോണും കൂടിയിട്ടുള്ള റിയാക്ഷനാണ്. അപ്പോൾ ഈ I- പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പായിരിക്കും അവരവിടെ ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ I- ഈ CH3യുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടായിരിക്കുക. ഇതിന് ഇവിടുന്ന് ലീവ് ചെയ്ത് പോവാം. പക്ഷെ ആക്ച്വലി നടക്കുന്നത് അതല്ല. അതായത് ഇവിടെ അതായത് SN1 നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ SN2 മെക്കാനിസമാണ് അവിടെ ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്നത് SN1 റിയാക്ഷൻ മെക്കാനിസമാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ CH3+ ഇത്രയും ഗ്രൂപ്പ് ഫോം ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ C+ ഇത്രയും ഗ്രൂപ്പ് ഫോം ചെയ്യും. അപ്പോൾ ഇവർ ഈ ഒരു ഗ്രൂപ്പ് ടെറിഷറി കാർബോ കാറ്റോൺ എന്ന് പറയുന്നത് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാറ്റയോൺ ആണ്. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാനായിരിക്കും ടെൻഡൻസി കൂടുതലുണ്ടായിരിക്കുക. അപ്പം അത് കാരണം ഇവിടുന്ന് ഈ ഓക്സോ കാറ്റയോൺ ഫോം ചെയ്ത ഉടനെ തന്നെ ഇവിടുന്ന് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ടെറിഷറി കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. എന്നിട്ട് CH3OH ഫോം ചെയ്യും. ഇതാണ് ആദ്യം നടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ആദ്യത്തേൽ ഓക്സോ കാറ്റയോൺ ഫോം ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ടെറിഷറി ബ്യൂട്ടൈൽ കാറ്റയോണും ഫോം ചെയ്യും, മെത്തനോളും ഫോം ചെയ്യും. ഇനി ഈ ഫോം ചെയ്തിട്ടുള്ള ഈ കാറ്റയോണിലേക്കായിരിക്കും ന്യൂക്ലിയർ ഫൈൽ വന്ന് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ CI- ഫോം ചെയ്ത് ടെറിഷറി ബ്യൂട്ടൈൽ അയഡൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ റീസൺ പറയുന്നത്. അതായത് ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന ഈതറിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഒരെണ്ണം പ്രൈമറി സെക്കൻഡറിയോ ആവാം, മറ്റേത് ഒരെണ്ണം ടെറിഷറി ആൽക്കൈൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ടെറിഷറി ആൽക്കൈൽ ഗ്രൂപ്പാണ് ഹാലജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്ത് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുക. മറ്റേ ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് ആൽക്കഹോളിലായിരിക്കും. അതിൻ്റെ കാരണം പറയുന്നത് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് SN1 മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. കാരണം ഇവിടെ ആ ഫോം ചെയ്യുന്ന ഓക്സോ കാറ്റയോണിൽ നിന്ന് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ടെറിഷറി ബ്യൂട്ടൈൽ കാറ്റയോൺ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പം അത് കാരണം ഇവർ ഫോളോ ചെയ്യുന്നത് SN1 റിയാക്ഷൻ മെക്കാനിസമാണ്. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ടെറിഷറി ഹാലൈഡ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്തത് ഇൻവോൾവ് ചെയ്യുന്നത് അരൈൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഏതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പ് ആവാം, ഒരെണ്ണം ഇൻവോൾവ് ചെയ്യുന്നത് അരൈൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ചെറിയ ഗ്രൂപ്പ് അയഡിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്ത് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യും, മറ്റേത് ഫോം ചെയ്യുന്നുണ്ടാവുക ഫീനോൾ ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു അനിസോൾ എന്ന് പറയുന്നത് ഒരു ബെൻസീൻ റിങ്ങിൽ OCH3 വരുന്ന ഗ്രൂപ്പാണ്. അതും HIയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ ചെറിയ ഗ്രൂപ്പ് CH3 അയഡിനും കൂടി റിയാക്ട് ചെയ്ത് CH3I ഫോം ചെയ്യും. ബാക്കി C6H5Oയും Hഉം കൂടി ഫീനോൾ ഫോം ചെയ്യും.
അപ്പോൾ അതിൻ്റെ മെക്കാനിസം വരുന്നത് ഇങ്ങനെയാണ്. അതായത് ആദ്യം ഓക്സോ കാറ്റയോണിൻ്റെ ഫോർമേഷൻ തന്നെയാണ് ഇത് അനിസോളിലത്തെ ഓക്സിജൻ എച്ചുമായിട്ട് ബോണ്ട് ഫോം ചെയ്ത് ഓക്സോ കാറ്റയോൺ ഫോം ചെയ്യുന്നു. ഇനി അടുത്തത് ഇവിടെ ഇപ്പോൾ ന്യൂക്ലിയോഫൈൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇതിനനുസരിച്ച് +I- ജനറേറ്റ് ചെയ്യും. ഇനി അടുത്തത് ഈ I- ഈ ഓക്സോ കാറ്റയോണുമായിട്ടുള്ള റിയാക്ഷനാണ്. അപ്പോൾ ഇവിടെ 2 പോസിബിലിറ്റി ആണ്. ഒന്നെങ്കിൽ CH3O ബോണ്ട് ബ്രേക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ C6H5O ബോണ്ട് ബ്രേക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ ബ്രേക്കിംഗ് വരാം, അല്ലെങ്കിൽ ഇവിടെ ബ്രേക്കിംഗ് വരാം. പക്ഷേ ഇവിടെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ബോണ്ട് CH3O ബോണ്ടാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ബെൻസീൻ റിങ്ങിൽ ഇങ്ങനെ ഒരെണ്ണം, ബെൻസീൻ റിങ്ങിൽ OCH3 വരുന്ന ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ OCH3 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒന്നാമത് ഇതൊരു ബെൻസീൻ റിങ്ങിലുള്ള എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഇവിടെ വരുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അപ്പോൾ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ടിനേക്കാളും സ്ട്രോങ് ആയിരിക്കും sp2 കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട്. കുറച്ചും കൂടി ഇലക്ട്രോനെഗറ്റീവ് ബോണ്ടാണ്, കുറച്ചുകൂടി ഇലക്ട്രോനെഗറ്റീവ് ക്യാരക്ടറാണ് ഈ കാർബൺ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി ബോണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അത് മാത്രമല്ല ഇവിടെ ലോൺ പെയർ ഉള്ള കാരണം ഇവിടെ നിന്ന് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഒരു റെസൊണൻസ് ഒക്കെ പോസിബിൾ ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ റെസൊണൻസ് നടക്കുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആവുകയാണ് ചെയ്യണത് ഇവിടുത്തെ കാർബൺ ഓക്സിജൻ ബോണ്ട്. അപ്പം ഇങ്ങനത്തെ സ്ട്രോങ് ആവുന്ന സമയത്ത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ മാത്രമല്ല അപ്പം അത് കാരണമാണ് ഇവിടുത്തെ ഈ ബോണ്ട് ബ്രേക്കിങ് ഇവിടെ പോസിബിൾ ആവാത്തത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഈ CH3 ഓക്സിജൻ ബോണ്ടായ കാരണം ഈ CH3 ഐയും കൂടി റിയാക്ട് ചെയ്യും. ഇപ്പോൾ ഈ I- വന്ന് CH3നെ അറ്റാക്ക് ചെയ്ത് CH3 I ഫോം ചെയ്യും. ബാക്കി C6H5OH അവിടെ ഫോം ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഫീനോളാണ്. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ എടുക്കുന്ന ഈത്തറിൽ ഒരു ഗ്രൂപ്പ് അറൈൽ ഗ്രൂപ്പാണ്, അതായത് ബെൻസിൻ റിങ് ഇൻവോൾവ് ചെയ്യുന്ന ഈത്തർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ഒന്ന് എന്തായാലും ഫീനോളായിരിക്കും. ബാക്കിയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡാണ് ഫോം ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഒരു കാരണം കൂടി ഉണ്ട്, സ്റ്റെറിക് ഇഫക്റ്റ് ഉള്ളത് കൊണ്ടും കൂടി ഇതിനിപ്പോൾ ഇതൊരു വലിയ ബൾക്കി ഗ്രൂപ്പാണ്. അപ്പോൾ I- പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ചെറിയതായിട്ടുള്ള ഈ മീഥാൽ ഗ്രൂപ്പിനായിരിക്കും ഫീനൽ ഗ്രൂപ്പിനേക്കാളും. പിന്നെ എക്സസ് ആയിട്ട് ഇവിടെ നമ്മൾ HI യൂസ് ചെയ്താൽ പോലും ഈ ഫീനോളും HIയും കൂടി റിയാക്ട് ചെയ്തിട്ടുള്ള ബെൻസീൻ ഹാലൈഡ് ഗ്രൂപ്പ്, അതായത് ഹാലോ ബെൻസീൻ ഒന്നും ഫോം ചെയ്യാനുള്ള ചാൻസ് ഇവിടെ വളരെ കുറവാണ്. കാരണം ഇത് അത്രയും ഹൈലി സ്റ്റേബിൾ ആയിട്ടൊരു കോമ്പൗണ്ടാണ്. ഇവിടുത്തെ ഈ കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ന്യൂക്ലിയോഫിലിക് റിയാക്ഷനൊക്കെ ഫീനോൾ നടക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി. ഈ അസിഡിക് ക്ലീവേജിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയാണ്. ഓക്കെ, താങ്ക് യു.